ബി.ജെ.പിയുടെ തിരുവനന്തപുരം ജില്ലാ ഓഫീസിന് സമീപത്താണ് നമ്മുടെ റിപ്പോർട്ടർ ടി.വിയുടെ തിരുവനന്തപുരം ബ്യൂറോ. ഞങ്ങളിങ്ങനെ രാവിലെ ഓഫീസിന് മുമ്പിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ഉത്തർപ്രദേശ് വണ്ടിക്കകത്ത് കുറേ സ്വാമിമാരുണ്ട്, നമ്മുടെ കുറേ പേരുണ്ട്, രുദ്രാക്ഷമുണ്ട്, ആശീർവദിക്കൊക്കെ ഉണ്ട്. കാശിന്ന് വരികയാണ് ഇവിടുത്തെ കരമന ജയനെ, അതായത് തിരുവനന്തപുരത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ ആശീർവദിക്കാൻ വന്നതാണ്. വേറെ എന്തൊക്കെയോ നമ്മുടെ ഗോകുല് ഇവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താ ഗോകുല് ഇവർ പറയുന്നത്? അല്ല, യു.പിന്ന് വന്നതാണ്. എന്തായാലും ഇവിടുത്തെ ബി.ജെ.പി നേതാക്കളെ കാണണമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ബി.ജെ.പിക്ക് ജയം നേടാൻ വേണ്ടി യു.പി മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണ്. आप कहाँ से? उत्तर प्रदेश आशीर्वाद लेने के लिए बीजेपी को बहुत वोटों से जीत होगा बीजेपी का. इधर बीजेपी को नई सीट जस्ट टाइम सीट हो जाएगा. अपनी बीजेपी എന്തായാലും ബിജെപിക്ക് സീറ്റ് ഉറപ്പല്ലേ? ആശീർവാദം അങ്ങനെ ട്രൗസർ ഇടാണ്ട് ആശീർവാദമൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്ന ഈ ഡ്രസ്സൊന്നുമില്ലാത്ത സ്വാമിമാരില്ലേ, അങ്ങനത്തെ ഒരു സ്വാമിയാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുന്നത്. വസ്ത്രമൊക്കെ ഉണ്ട്, പക്ഷെ ഫ്രണ്ടിലിരിക്കുന്ന സ്വാമിക്ക് വസ്ത്രങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു സ്വാമിയാണ്. എന്തായാലും നമ്മൾ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ കരമന ജയന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു എം.എൽ.എ കാണണമെന്നാണ് പറയുന്നത്. നമുക്കിവിടെ ബി.ജെ.പി എം.എൽ.എ ഒന്നും കാണിച്ചു കൊടുക്കാനില്ല. യോഗി പറഞ്ഞിട്ട് വന്ന ആളായിട്ട് യു.ഡി.എഫിന്റെ എൽ.ഡി.എഫിന്റെ എം.എൽ.എമാരെ ഒന്നും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തായാലും കരമന ജയന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പുതിയ ഇറക്കുമതിയാ കേരളത്തിലേക്ക്. അനുഗ്രഹം കൊടുക്ക്, നന്നായി അനുഗ്രഹം കൊടുക്ക്. എന്തായാലും അവിടെ പൂ വെച്ചത് നന്നായി. അയ്യവാ, എന്തായാലും ആ പൂവാടുള്ളത് നന്നായി. എൻ്റെ ക്യാമറമാനെ അങ്ങോട്ടേക്കൊന്നും പോകല്ലോ, ആൾക്കാർ പേടിച്ചു പോവേ. അത് ഞാനല്ല കേട്ടോ. ഞാൻ അവിടുന്ന് നടന്നു പോകുമ്പോ ഇവര് ഒരു വണ്ടിയിൽ പോവായിരുന്നു. നിങ്ങൾ ബി.ജെ.പിക്കാരനാണെന്ന് ചോദിച്ചു. അതേന്നും പറഞ്ഞു. ഞങ്ങള് എന്താ ഉത്തർപ്രദേശിൽ നിന്ന് വരികയാണ്, കന്യാകുമാരിയിൽ പോവാണ്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞൊരു കുടുംബയോഗത്തിൽ പോകുന്നു. അപ്പൊ എന്റെ പിന്നിലങ്ങ് വന്നു. ഞാൻ അവരെ അറിയില്ല. അവര് വന്ന് പിന്നെന്താ ഡീസലിന് കാശ് ചോദിച്ചു. ഞാൻ 500 രൂപ കൊടുത്തു. അവര് പോയി. കേരളക്കാരെ, നിങ്ങളാരും തെറ്റിദ്ധരിക്കല്ലിട്ടാ. മൂപ്പരല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലിട്ടോ. മൂപ്പരിങ്ങനെ പോകുമ്പോ ചോദിച്ചതാ ഒരു 500 റുപ്യ കൊടുക്കുമോന്ന്. അങ്ങനെ ഒരു 500 റുപ്യ കൊടുത്ത് എന്തിനറിയോ? ഡീസൽ അടിക്കാൻ. എന്തായാലും ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ അനുഗ്രഹമൊക്കെ തന്ന് പോകുമ്പോ നിങ്ങളൊരു കൊട്ടാർക്കിന് പൈസ കൊടുക്കൂലേ? അന്നേരം നിങ്ങളെ ആരും കേൾക്കണ്ട, കുറച്ച് ഷഡ്ഡി വാങ്ങാനുള്ള പൈസയും കൂടി കൊടുത്താളി, അല്ലെങ്കിൽ കുറച്ച് സൗസർ വാങ്ങി കൊടുത്തു വിട്ടാളി. വല്ലാത്ത